തൃശ്ശൂർ പൂരം ശരിക്ക് തൃശ്ശൂരുകാരുടെ ഒരു വികാരമാണ്. അതിനെ ചെറുതായിട്ടൊന്ന് തൊട്ടാൽ പോലും അത് ഭയങ്കരമായിട്ട് പ്രതിഫലിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വെക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇലക്ഷൻ ആകുമ്പോഴേ ഇതെല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. ഇലക്ഷൻ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം പൂരത്തിനും ഓരോ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഇതിപ്പം ഇവരൊക്കെ തോറ്റേന് കാരണം തപ്പി നടക്കുക. അപ്പോൾ വെറുതെ തൃശ്ശൂർ പൂരത്തിൻ്റെ തലയിൽ കൊണ്ടിടുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പൂരം അത് കഴിഞ്ഞ് നന്നായി നടന്നു, ഇനിയും നന്നായി നടക്കും. എത്രയോ കാലം മുമ്പ് തുടങ്ങിയിട്ടില്ല. ഇപ്പൊന്നും പ്രശ്നങ്ങളുണ്ടായല്ലോ. ഓരോ പൂരത്തിനും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ല. അതാണ് കാരണം. പൂരം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്താൽ അത് തൃശ്ശൂരുകാരുടെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കും. ഈ പറഞ്ഞ എനിക്ക് പോലും എനിക്ക് വിഷമം തോന്നി കേട്ടപ്പോൾ. നമ്മളൊക്കെ പൂരം എന്ന് പറഞ്ഞാൽ എത്രയോ നാൾ മുമ്പ് എന്താ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചാൽ അവർക്ക് വേദനിക്കും. അതൊന്നും ഇല്ലാണ്ട് പോവാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. അവരെന്ത് പറഞ്ഞാലും അത് പ്രഹസനമായിരിക്കും. അതിൽ ഇനിയിപ്പോൾ നമ്മൾ ചിലവ് പറയില്ലേ, അയാൾ അങ്ങനെയാണോ, അങ്ങനെയാണ്, അവരങ്ങനെയാണ്. അപ്പോൾ അവരുടെ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അവരുടെ ആളുകൾക്ക് തന്നെ കംപ്ലയിൻ്റ് ഉണ്ടല്ലോ. സുനിൽകുമാറാണ് ആദ്യം പറഞ്ഞത്, പിന്നെ കെ മുരളീധരൻ പറഞ്ഞു. രാത്രിക്ക് 2 മണിക്ക് ശ്രീ സുരേഷ് ഗോപി വന്ന് അത് അദ്ദേഹത്തിൻ്റെ മര്യാദയാണ്, തൃശ്ശൂരിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ്. അല്ലാണ്ട് ഇത് ഇലക്ഷനല്ല. അദ്ദേഹം അന്നും പ്രതികരിച്ചിട്ടുണ്ട്, ഇന്നും പ്രതികരിക്കും. വളരെ ശരിയാണ്. കാരണം അദ്ദേഹത്തിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്. ഞാൻ അന്ന് അദ്ദേഹമായിട്ട് നല്ല ഇതിലിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇവിടേക്ക് വരണ്ട, ഇവരൊക്കെ പേര് പറഞ്ഞു കൊടുത്തു. ഞാൻ ഇന്ന ആൾക്കാർ ചതിക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല എന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം ആൾ വന്നു. അതിൻ്റെ കഥകളൊന്നും എനിക്ക് അറിഞ്ഞിട്ട് അപ്പോഴേക്കും ഞാൻ കോൺഗ്രസ് പോകുന്നു. പക്ഷേ അത് ആരോ ചതിയിലപ്പെടുത്തിയതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് ആരോ കുഴിയിൽ വന്ന് പിന്നെ ചാടില്ല. കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അത്രയും നശിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. ഇനി ആര് വിചാരിച്ചാലും അവിടെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അദ്ദേഹത്തിന് 1 മാസം നിന്നപ്പോഴേക്കും മതിയായി. ഞാൻ 10 കൊല്ലം ഇവരുടെ ചവിട്ടും കുത്തൊക്കെ ഉണ്ട് അവിടെ കിടന്നിരുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഓരോ ഇഞ്ചും അറിയാം. തൃശ്ശൂർ ഇനി കോൺഗ്രസ് ഒരു കാലത്ത് രക്ഷപ്പെടില്ല. ആണ്. അതായത് ഇപ്പോൾ ഇവരൊക്കെ തോറ്റേൻ്റെ കാര്യം നോക്കി നടക്കുക. ഇവരല്ല, കോൺഗ്രസ് ആയാലും LDF ആയാലും. അപ്പോൾ ആരെങ്കിലും തലയിൽ കൊണ്ടിടണ്ടേന്ന് വെച്ചിട്ടാണ് ഈ പൂരത്തിൻ്റെ ഇഷ്യൂ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അപ്പം നമുക്കറിയാം ഇത് മുമ്പുണ്ടായിരുന്നോ, ഇപ്പോഴത്തേൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഉള്ള ഉത്തരം കിട്ടും. അതെ ആണ്. പക്ഷേ ഞാൻ അതാ പറഞ്ഞ, പൂരം പോലെയുള്ള ഒന്നും രാഷ്ട്രീയമായിട്ട് എടുക്കരുത് ശരിക്കും. അത് നിർബന്ധമാണ് അക്കാര്യത്തിൽ. അത് കാരണം തൃശ്ശൂർക്കാരുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും.